ഹലോ മച്ചുമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ ഇന്ത്യൻ. ഒരു കാര്യം ഞാൻ നിങ്ങളോട് 100% ഉറപ്പിച്ച് പറയാണ്, ഇതുപോലൊരു കൺസെപ്റ്റ് ഉള്ള ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ മൂവി നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. നമ്മുടെ കഥാനായകൻ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആണ്. ആദ്യം കണ്ടാൽ തോന്നും ആളൊരു മണ്ടനാണെന്ന്, രണ്ടാമതും കാണുമ്പോൾ തോന്നും ഇയാളൊരു മണ്ടനാണെന്ന്, പിന്നെയും കാണുമ്പോൾ തോന്നും ഇയാൾ ഉറപ്പായിട്ടും മണ്ടനാണെന്ന്. എന്നാലുണ്ടല്ലോ പോകെ 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 അങ്ങോട്ടേക്ക് നിങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത പല ട്വിസ്റ്റുകളിലൂടെ ഈ ഒരു കഥ പോകും. ഇതുപോലൊരു ക്രൈം സിനിമ അല്ലെങ്കിൽ അതുപോലൊരു ക്രൈം ഇതുവരെയായിട്ട് നിങ്ങൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. അക്കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരികയാണ്. ഈ സിനിമ കണ്ട സമയത്ത് ഞാൻ അത്രയും ഞെട്ടി, എനിക്ക് അത്രയും ഇഷ്ടമായി കേട്ടോ. ഇതുപോലൊരു ക്ലൈമാക്സ് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. സോ എന്തായാലും നമുക്ക് നേരെ കഥയിലേക്ക് പോകാം, കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്. അതിനു മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ഈ ഒരു മഞ്ഞ ലോഗോ ഉണ്ടല്ലോ, ഇതിൽ നിന്നും നമ്മുടെ പഴയ ലോഗോയിലേക്ക് തന്നെ ഒരാഴ്ച കൊണ്ട് നമ്മൾ മാറും കേട്ടോ. കാരണം നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു നീല ലോഗോ തന്നെയാണ്. ഓക്കെ, എന്തായാലും നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഹോസ്റ്റലിൽ താമസിക്കുന്ന സായിക്ക് ഒരു കോള് വരികയാണ്. വിളിച്ചത് അവന്റെ മാമനാണ്. മോനെ, നീ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരണം എന്ന് പറയണം. ആ വിളിയിൽ തന്നെ എന്തോ ഒരു പന്തികേടുണ്ടെന്ന് മനസ്സിലായിട്ട് സായി നേരെ വീട്ടിലേക്ക് എത്തുകയാണ്. വന്നു നോക്കുമ്പോൾ അവന്റെ അമ്മ മരണപ്പെട്ടിട്ടുണ്ട്. അത്രയും സായി അവന്റെ അമ്മയെ ജീവന തുല്യം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. ആ അമ്മയാണ് ഇപ്പൊ മരിച്ചിരിക്കുന്നത്. മാത്രമല്ല അവസാനമായിട്ട് അമ്മയെ ഒന്ന് കാണാൻ വരെ സായിക്ക് പറ്റിയില്ല. കാരണം അവൻ എത്താനായിട്ട് കുറച്ചധികം വൈകി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മയുടെ ആ ഒരു മൃതദേഹം എല്ലാം മറവ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം അവന്റെ ലൈഫിൽ അന്നും നടന്നു കേട്ടോ. എന്തായാലും ഈ ഒരു സംഭവം കഴിഞ്ഞു ഇപ്പൊ 3 വർഷമായിട്ടുണ്ട്. എന്നാൽ പഴയതുപോലെയുള്ള ഒരു പീഞ്ഞാളി പയ്യനൊന്നുമല്ല സായിബോ. ഇപ്പൊ അവൻ ആരാണെന്ന് അറിയോ? ഏജന്റ് സായി ശ്രീനിവാസ ആർത്രയ. ആളൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആണ്. സ്വന്തമായിട്ട് കേസും കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. സോ അവന്റെ അടുത്ത് ട്രെയിനിങ്ങിനായിട്ട് ഇപ്പൊ ഒരു പെൺകുട്ടി വന്നിട്ടുണ്ട്, സ്നേഹ. ഈ ഡിറ്റക്റ്റീവ് എന്ന ഒരു പരിപാടിയോട് ഒരുപാട് താല്പര്യം ഉണ്ടായതുകൊണ്ടാണ് സ്നേഹ ഏജന്റ് സായിയുടെ അടുത്തേക്ക് വന്നത്. എന്നാൽ വന്നു പെട്ടത് ഒരു മണ്ടന്റെ അടുത്താണെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ. കാരണം അവൻ പറയുന്ന ഓരോ കാര്യങ്ങൾ, അവൻ കൊടുക്കുന്ന ട്രെയിനിങ്, ഇതെല്ലാം കുറെ സിനിമയെല്ലാം കണ്ടിട്ട് അതിലുള്ള ഓരോ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. ബേസിക്കലി അവന്റെ ആ ഒരു കാട്ടിക്കൂട്ടലും എല്ലാം കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും ആളൊരു മണ്ടനാണെന്ന്. ഇപ്പൊ ഒരു കോള് വരികയാണ്, ഒരു പെൺകുട്ടി മരണപ്പെട്ടിട്ടുണ്ട്, എന്നാൽ അത് സൂയിസൈഡ് ആണെന്ന് പറയുന്നു. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അങ്ങോട്ട് പോയി നോക്കണം എന്ന് പറഞ്ഞിട്ട് സായി ഇപ്പോൾ സ്നേഹയും കൂട്ടി പോവാണ്. പോവാൻ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ സ്നേഹ പോയിട്ട് ഫാനിന്റെ സ്വിച്ച് അതുപോലെ തന്നെ ലൈറ്റ് ഇതെല്ലാം ഓഫാൻ നിൽക്കുമ്പോൾ അതൊന്നും ചെയ്യണ്ട, ലൈറ്റ് കത്തട്ടെ, ഫാന് കറങ്ങട്ടെ, വാതിൽ തുറന്നു കിടക്കട്ടെ, നമുക്ക് പോകുന്ന പറഞ്ഞിട്ട് അവളെയും കൂട്ടി നേരെ ഒരു സ്ട്രീറ്റിന്റെ ഇടയിലൂടെ പോകാം. കാരണം ഇവരുടെ റൂമുള്ളത് ഏതോ ഒരു കുജിരിക്കൂട്ടിന്റെ ഉള്ളിലാണ്. എന്തായാലും പുറത്തേക്ക് വന്നപ്പോൾ തന്നെ അവിടെ ഒരു കാറുണ്ട്. അപ്പൊ അതിൽ കയറിയ സമയത്ത് തന്നെ ഏജന്റ് സായി സ്നേഹയുടെ ഒരു കാര്യം പറയാണ്. അതായത് എന്റെ ഒരു ലൈൻ എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾ ഇതുപോലെ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാഷ്വൽ ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ സംസാരിക്കണം. പക്ഷേ കാറിന്റെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടേക്ക് ക്രൈമിനെ കുറിച്ച് മാത്രമേ നമ്മൾ സംസാരിക്കാൻ പാടുള്ളൂ. അങ്ങനെ ആ ഒരു പെൺകുട്ടി മരണപ്പെട്ട വീട്ടിലേക്ക് ഇവർ വന്നിട്ടുണ്ട്. അവിടെ 2 പോലീസുകാരുണ്ട്. ഒരു കൂസലും ഇല്ലാതെ ഏജന്റ് സായി ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറാണ്. യാതൊരു മാനദണ്ഡവും ഇല്ലാതെ അവനെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ കോൺസ്റ്റബിൾസ് വിടുവോ? ഇല്ല, തടയാണ്. അപ്പൊ തന്നെ ഒരു കാർഡ് എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്, FBI എന്ന് പറഞ്ഞിട്ട്. ഇതെന്ത് തേങ്ങ വിചാരിച്ചിട്ട് പോലീസുകാർ അങ്ങനെ തിരിച്ചു നിൽക്കുമ്പോൾ ഇവൻ വേഗം ഉള്ളിലേക്ക് പോകണം. പറഞ്ഞതുപോലെ തന്നെ ഒരു പെൺകുട്ടി അവിടെ മരണപ്പെട്ട് കിടക്കുകയാണ്. അത് സൂയിസൈഡ് എന്നാണെന്ന് പറയുന്നത്. പക്ഷേ ഒറ്റ നോട്ടത്തിൽ തന്നെ സായി ചില കാര്യങ്ങൾ മനസ്സിലാക്കി. അവൾ ആ ഒരു ഗണ്ണ് വെച്ചിരിക്കുന്നത്, കയ്യിൽ വെച്ച ആ ഒരു സിഗരറ്റിന്റെ കുറ്റി, ആ റൂമിലെ ഓരോ വസ്തുക്കൾ, ഇതെല്ലാം നിരീക്ഷിച്ചപ്പോൾ ഇതൊരു ആത്മഹത്യയല്ല, കൊലപാതകമാണെന്ന് മനസ്സിലായി. അപ്പൊ ഇത് വലിയ കാര്യത്തിൽ സ്നേഹയോട് പറയാണ്. ഇതേ സമയത്ത് കേസ് അന്വേഷിക്കുന്ന ഇൻസ്പെക്ടർ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. മൂപ്പരോട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, എടോ നീ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നേരത്തെ മനസ്സിലായതാ. കാശിന് വേണ്ടി ഇവളെ കൊന്നത് ഇവളുടെ കൂട്ടുകാരി തന്നെയാ. അതും സമ്മതിച്ചു. ഓഹോ, അങ്ങനെയാണോ? എന്തായാലും എന്റെ ഹെൽപ്പ് സാറിന് ഇനി ആവശ്യമാണെങ്കിൽ വേണമെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ. അതൊക്കെ പോട്ടറാ, നീ ആരാന്ന് പോലീസുകാർ ചോദിച്ചപ്പോ ഞാൻ പിന്നെ FBI എന്ന് പറയണം. FBI അതങ്ങ് അമേരിക്കയിലല്ലേ? അതല്ല സാറേ, ഫാത്തിമ ബ്യൂറോ ഇൻവെസ്റ്റിഗേഷൻ. എന്റെ ആദ്യത്തെ പ്രണയം ഫാത്തിമയാണ്, അവളുടെ ഓർമ്മയ്ക്കായിട്ട് വെച്ചതെന്ന് പറയാം. കിട്ടിയില്ലേ? നല്ല 1-ാം തരം പെട അവിടുന്ന് അടിച്ച് ഓടിപ്പിക്കുകയാണ്. എന്തായാലും അടി കൊണ്ട് സായി കാറിൽ വന്നിരിക്കുന്നുണ്ട്. നമ്മുടെ സ്നേഹിക്കാണെങ്കിൽ ചിരി അടക്കാൻ പറ്റുന്നില്ല കേട്ടോ. കാരണം അവന്റെ തള്ള അമ്മാതിരി തള്ളായിരുന്നു. പിന്നീട് വീണ്ടും അവരുടെ ഓഫീസിലേക്ക് എത്തുന്നുണ്ട്. മാത്രമല്ല സ്നേഹയുടെ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഏജന്റ് സായി ഒന്ന് മാറ്റാൻ വേണ്ടി പറയുന്നുണ്ട്. കാരണം ഒരു ഡിറ്റക്റ്റീവിനെ പറ്റിയ ഒരു ലുക്കല്ല അവൾക്ക് ഇപ്പോൾ. ആദ്യം തന്നെ നിന്റെ ആ ഒരു ചപ്പടാച്ചി കണ്ണാടി അതൊന്നും മാറ്റി. പിന്നീട് സായി അവനെ കുറിച്ച് തന്നെ പറയാണ്. കാരണം അവനെ തള്ളാൻ വേണ്ടി വേറെ ആളുമില്ല. സോ അവന്റെ വണ്ടി അവൻ തന്നെ തള്ളണല്ലോ. അവന് സ്വന്തമായിട്ട് ഒരു ഫേസ്ബുക്ക് പേജ് വരെ ഉണ്ട്. അതിപ്പോ സ്നേഹം എടുത്ത് നോക്കുമ്പോൾ 2 ലൈക്ക് ഉണ്ട്. ഒന്ന് ലൈക്ക് ചെയ്തിരിക്കുന്നത് അത് സായി തന്നെയാണ്. രണ്ടാമത്തെ ലൈക്ക് നോക്കുമ്പോൾ അത് ഷെർലക് ഹോംസ്. ഇപ്പൊ സായി ഒന്ന് ചിരിക്കാണ്, അത് ഞാൻ തന്നെയാ, ഫേക്ക് പ്രൊഫൈലാണ്. ആരെങ്കിലും എന്റെ ID അല്ലെങ്കിൽ എന്റെ പേജ് എടുത്ത് നോക്കുമ്പോൾ എന്റെ ഫോട്ടോയ്ക്ക് ഇതുപോലെ ഒരു ലൈക്ക് അത് ഷെർലക് ഹോംസിന്റെ ഭാഗത്ത് നിന്ന് വന്നെന്ന് പറഞ്ഞാൽ അതെനിക്ക് വലിയതല്ലേ? മനസ്സിലായില്ലേ? സൈക്കോളജിക്കൽ മൂവ്മെന്റ് എന്ന്. ഇത് കാണുന്നവർ മണ്ടനായിരിക്കണം എന്ന് സ്നേഹം വിചാരിക്കുകയാണ്. എന്തായാലും വിചാരിച്ചതുപോലെ തന്നെ ഏജന്റ് സായി ഒരു മരമണ്ടൻ തന്നെ. സ്വാഭാവികമായിട്ടും സ്നേഹിക്കൊരു സംശയം തോന്നുന്നതാണ്. സാറേ, അപ്പൊ നിങ്ങളുടെ വരുമാനവും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഇപ്പൊ ഏജന്റ് സായി പറയാണ്, അത് പിന്നെ വലിയൊരു കേസ് വരുന്നത് വരെ ചെറിയ ചെറിയ കേസൊക്കെ വെച്ച് നമുക്ക് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. ചെറിയ കേസോ? അതെന്താ? അപ്പൊ തന്നെ ഒരു കേസ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഒരു കോൺസ്റ്റബിൾ 2 പേരെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുത്തൻ പറയുന്നു ഇവനാകള്ളൻ, മറ്റവൻ പറയുന്നു ഞാനല്ല സാറേ ഇവനാകള്ളൻ. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളന്മാരെന്ന് പറയാം. എന്നാൽ ഇതിൽ ഏതോ ഒരാൾ നുണ പറയുന്നുണ്ട്, ഒരാൾ സത്യവും പറയുന്നുണ്ട്. കുത്തി തുറന്നിരിക്കുന്നത് അമ്പലത്തിന്റെ ഭണ്ഡാരമാണ്. സോ എന്തെങ്കിലും ഒന്ന് കൺഫേം ചെയ്തിട്ട് ഒരാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണം. കോൺസ്റ്റബിൾ ആ കുടുങ്ങിയിരിക്കണം. സോ ഈ പ്രശ്നം തീർക്കാനാണ് സായിയുടെ അടുത്തേക്ക് വന്നത്. സായി ഇപ്പോൾ ഒരു പേപ്പറിൽ ഒരു
തന്നെ പേര് എഴുതിയിട്ട് വേഗം തന്നെ പേപ്പറിൽ മടക്കിയിട്ട് അതിപ്പോ നമ്മുടെ സ്നേഹയുടെ കയ്യിൽ കൊടുക്കുകയാണ്. ഇപ്പൊ തുറക്കണ്ടെന്ന് പറഞ്ഞിട്ട്. ഇതിനുശേഷം ആ വന്ന രണ്ടാൾക്കാരെ നോക്കുന്നുണ്ട്. ഇവന്മാർ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവനാകളൻ അവനാകളൻ. ഒരുത്തൻ ഇട്ടിരിക്കുന്നത് ഒരു നീല ടീഷർട്ടാണ്, മറ്റവൻ ഇട്ടിരിക്കുന്നത് ഒരു മഞ്ഞ ഷർട്ടാണ്. രണ്ടുപേരും ഒന്ന് നന്നായിട്ട് നോക്കിയിട്ട് ഏജന്റ് സായി പറയാണ്, ദാ ഇതിലൊരു വിരല് അത് കള്ളന്റെയാണ്, ഒരു വിരല് അത് സാധാരണ നുണ പറയാത്ത സത്യം പറയുന്ന ആളുടെയാണ്. നിങ്ങൾ രണ്ടുപേരും ഈ ഒരു വിരലിൽ തൊടുന്ന് പറഞ്ഞപ്പോൾ നീല ഷർട്ട് ഇട്ട ആൾക്ക് തൊടാനൊരു പേടി പോലെ, എന്നാൽ ഒരു മഞ്ഞ ഷർട്ട് ഇട്ട ആള് പെട്ടെന്ന് തൊടുകയാണ്, ഒരു പേടിയില്ലാത്തതുപോലെ. നീല ബനിയൻ ഇട്ടവനാണെങ്കിൽ ചെറിയൊരു പേടി പോലെ ഉണ്ട് കേട്ടോ. ഇതേ സമയത്ത് ആ ഷർട്ട് ഇട്ട ആളോട് ചോദിക്കണം, എടോ ഇന്നലെ ഞാൻ ആ ഒരു തിയേറ്ററിൽ വെച്ചിട്ട് മറ്റേ വർണ്ണ തിയേറ്ററിൽ വെച്ച് ഞാൻ നിന്നെ കണ്ടായിരുന്നല്ലോ, എപ്പോഴാ? വൈകുന്നേരം. ആ അതെ സാറേ, വൈകുന്നേരം തന്നെ. നീ മൂന്നാമത്തെ റോയിലല്ലേ ഇരുന്നേ? ആ സാറേ മൂന്നാമത്തെ റോയിൽ തന്നെ. ആ എന്നാ പോലീസ് സാറേ ദൈവം തന്നെയാ കള്ളെന്ന് പറയണം. ഇവനാകെ ഞെട്ടിപ്പോയി. അല്ല നിങ്ങൾ എന്തീ പറയുന്നത്? ആ ഈ സമയത്താണ് സായി പറയുന്നത്, എടോ ആ ഒരു തിയേറ്റർ അവിടെ ഇല്ല, അത് പൂട്ടിപ്പോയി. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ സായി ആ ഒരു കള്ളനെ കണ്ടുപിടിച്ചു. അവനിപ്പോ പോലീസുകാരനെ ഏൽപ്പിക്കുകയാണ്. സാറേ എന്തെങ്കിലും ഒരു ചെലവിനുള്ള കാശ് എന്ന് പറഞ്ഞപ്പോൾ ഒരു 15 രൂപ കൊടുക്കുന്നുണ്ട്, ഒരു ബെണ്ണ് മേടിച്ച് കഴിച്ചെന്ന് പറഞ്ഞു. ഇതാണ് അപ്പോൾ നമ്മുടെ ഏജന്റ് സായിയുടെ വരുമാനം എന്ന് പറയുന്നത്. മാത്രമല്ല സ്നേഹി ഇപ്പോൾ അവൾക്ക് കൊടുത്ത ഒരു കടലാസ് തുറന്നു നോക്കിയപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് ആ ഒരു മഞ്ഞ ഷർട്ടിട്ട ആള് പേര് തന്നെയാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ ഏജന്റ് സായി അത് കണ്ടുപിടിച്ചു. നമ്മൾ കരുതിയതുപോലെ അത്ര മണ്ടനൊന്നുമല്ല ഏജന്റ് സായി, ശ്രീനിവാസ ആർത്രിയ. എന്തായാലും ഇതിനുശേഷം സായിയെ കാണാനായിട്ട് അവനൊരു കൂട്ടുകാരൻ വരുന്നുണ്ട്, ഒരു ന്യൂസ് റിപ്പോർട്ടറാണ്. അവനിപ്പോ സായിയോട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചുകൊണ്ടിട്ട് കാര്യങ്ങൾ പറയാണ്. നഗരത്തിന്റെ പല ഭാഗത്തായിട്ട് പ്രധാനമായിട്ടും ഈ റെയിൽവേ ട്രാക്കിനരികിലൊക്കെ ആയിട്ട് ഒരുപാട് മൃതദേഹങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ ഇതുവരെയായിട്ടും അതൊന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാനോ മനസ്സിലാക്കാനോ എനിക്ക് സമയമില്ല, നീ പറ്റുവാണെങ്കിൽ ആ ഒരു കേസ് നോക്കുമെന്ന് പറഞ്ഞപ്പോൾ ഏജന്റ് സായി പറയാണ്, മോനെ ഇതുപോലൊരു കേസ് കിട്ടാൻ തന്നെയാണ് ഞാൻ കാത്തിരുന്നത്. എന്തായാലും പിന്നീട് ഇങ്ങനെ അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് ബോഡികൾ ഇങ്ങനെ ഉണ്ടല്ലോ. സോ അതെല്ലാം പോയിട്ട് സായി നിരീക്ഷിക്കുകയാണ്. അവന്റെ പിന്നാലെ തന്നെ സ്നേഹ. എന്തിനാണാവോ ഇവന്റെ പിന്നാലെ ഇങ്ങനെ കൂടിയത് ദൈവത്തിനറിയാം. അങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോഴും ഏജന്റ് സായിക്ക് ഓരോ കേസുകൾ അങ്ങനെ വരുന്നുണ്ട്. കേസുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ പഴയ ചെടി കാണാതെ പോയി, എന്റെ ടിഫിൻ ബോക്സ് കാണാനില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരുമാതിരി അപ്പി കേസുകൾ നമ്മുടെ ഏജന്റ് സായി വരുന്നവരെ കാട്ടി ഓടിയാണ്. ഇമാതിരി കേസല്ലാതെ വേറെ ഒന്നും ഇല്ലടേ നിനക്കൊന്നും. ഇതെല്ലാം പോട്ടെ, ഇതിനെല്ലാത്തിനും പുറമെ നല്ല അടിപൊളിയായിട്ട് ആഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാൽ ചെയ്യുന്ന സമയത്ത് ആ സൈഡിലേക്കൊന്ന് നോക്കിയേ, നമ്മുടെ സ്നേഹയാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ കുറെ കോമഡിയും ഒരു സീരിയസ്നെസ്സും ഇല്ലാതെ അവന്റെ ലൈഫ് അങ്ങനെ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒരു ദിവസം രാത്രി പെട്ടെന്ന് അമ്മയെക്കുറിച്ച് ആലോചിച്ചിട്ട് അവന് വല്ലാതെ വിഷമം കയറുകയാണ്. ഭയങ്കരമായിട്ട് സീരിയസ് ആവുന്നുണ്ട്. അവൻ കരയാണ്. കാരണം അന്ന് ആ ഒരു കോളേജിൽ നിന്ന് വന്ന സമയത്ത് അമ്മയൊന്ന് കാണാൻ പോലും പറ്റിയില്ല. എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അമ്പലത്തിലേക്ക് പോയിട്ട് അവിടെ വെച്ച് എന്തോ ഒരു പൂജയും കാര്യങ്ങളുണ്ടായി. ഈ തലയ്ക്ക് തേങ്ങ അടിച്ച് പൊട്ടിച്ച് വഴിപാട് കഴിക്കുന്ന അങ്ങനെ ഒരു ചടങ്ങ്. ആ ഒരു ചടങ്ങിനിടയിൽ അപ്പൊന്നും സംഭവിച്ചില്ല. പിന്നീട് തലകറങ്ങി വീണ അവന്റെ അമ്മ കോമയിലേക്ക് പോയിട്ട് പിന്നീടാണ് മരണപ്പെട്ടത്. ഈ ഒരു കാര്യമെല്ലാം കേട്ട് അവൻ ഒരുപാട് വിഷമിക്കുകയാണ്. അവന്റെ മാമനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനാ നിങ്ങൾ വിട്ടത്, വിടണ്ടായിരുന്നില്ലെന്ന്. സോ അമ്മയുടെ ആ ഒരു പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ കണ്ട് പെട്ടെന്ന് സായി ചാടി എഴുന്നേൽക്കുകയാണ്. അതേസമയം അവന്റെ കൂട്ടുകാരനായിട്ടുള്ള ആ ഒരു ന്യൂസ് റിപ്പോർട്ടർ ദിനേശ് ഉണ്ടല്ലോ, അവനിപ്പോ വിളിക്കുകയാണ്. എടാ ഒരു റെയിൽവേ ട്രാക്കിലായിട്ട് ഞാൻ പറഞ്ഞതുപോലെ പുതിയൊരു അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള ഒരു ബോഡി കിടക്കുന്നുണ്ട്, പറ്റിയെങ്കിലൊന്ന് പോയി നോക്കുന്നു. അവൻ രാവിലെ ആയപ്പോൾ തന്നെ ബൈക്ക് എടുത്തുകൊണ്ട് നേരെ റെയിൽവേ ട്രാക്കിലേക്ക് ചെല്ലുകയാണ്. അതിലൂടെ നടന്നു പോയിട്ട് ആ ഒരു ബോഡി അവൻ കാണുന്നുണ്ട്. സോ അതിലെ ഒരു കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കേസ് അന്വേഷിക്കാനായിട്ട് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്ന SI ഇവനെ കാണണം. നല്ല ഹൈറ്റുള്ള എപ്പോഴും തിന്നുകൊണ്ടിരിക്കുന്ന എലുമ്പനായിട്ടുള്ള ഒരു പോലീസ്. ഇയാൾ ഈ സിനിമയിൽ മുഴുവൻ അങ്ങനെയാട്ടോ, എപ്പോഴും എന്തെങ്കിലും തിന്നോണ്ടോ കുടിച്ചോണ്ടേയിരിക്കും. പക്ഷെ ഇതൊന്നും അയാളെ തടിയിൽ പിടിക്കുന്നില്ല തോന്നുന്നു, കൊക്കപ്പുഴു തിന്നു എലുമ്പനെ പോലെ ഉണ്ട്. എന്തായാലും തൽക്കാലം നമുക്ക് ഈ പോലീസിനെ തിന്നപ്പെന്ന് വിളിക്കാം. തിന്നപ്പനെ ചോദിക്കുകയാണ്, നീ ആരടാ, എന്തിനെങ്ങോട്ടേക്ക് വന്നത്? സാർ ഞാൻ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആണ്. ഓഹോ അങ്ങനെയാണെങ്കിലേ ഡിറ്റക്റ്റീവ് തൽക്കാലം നേരെ സ്റ്റേഷനിലേക്ക് വിട്ടുമെന്ന് പറയണം. കാരണം ഇതുപോലെ ഒരു മർഡർ നടന്ന സ്ഥലത്ത് ഒരാളെ ഇങ്ങനെ സംശയാസ്പദമായിട്ട് കാണുകയാണെങ്കിൽ പോലീസുകാർ വെറുതെ വിടുക, അവനെ അറസ്റ്റ് ചെയ്യണം. നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. സ്റ്റേഷനിൽ എത്തിയ സമയത്തും തിന്നപ്പന്റെ കയ്യിൽ എന്തോ ഒരു ബർഗർ ഉണ്ട്. ഇയാൾ ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും തിന്നോണ്ടിരിക്കും. സോ ഇതിനെക്കുറിച്ച് ആ ഒരു ജയിലിന്റെ ഉള്ളിൽ കിടന്ന് നമ്മുടെ ഈ ഒരു സായി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്താണ് അങ്ങോട്ടേക്ക് ആര് വരുന്നത്, ആ കൂട്ടുകാരൻ ചെക്കനുണ്ടല്ലോ ദിനേശ്, അതുപോലെ തന്നെ നമ്മുടെ സ്നേഹിയും വരുന്നത്. അവനെ ജാമ്യത്തിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇന്ന് ഞായറാഴ്ചയാണ്, നാളെ ജാമ്യം കിട്ടുള്ളൂ, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തിട്ട് വിടുമെന്ന് ചോദിക്കുമ്പോൾ തിമ്മപ്പൻ അടുക്കുന്നില്ല കേട്ടോ. എന്നാൽ സായിക്ക് ഒരു കുഴപ്പമില്ല. സായി പറയുന്നത്, സ്നേഹ അതുപോലെ തന്നെ ദിനേശ് നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് പോയിക്കോ, ഒരു ദിവസം ഞാൻ ജയിലിൽ കിടക്കാം. കാരണം ഇനി ഭാവിയിൽ എന്റെ ബയോഗ്രാഫി എഴുതുന്ന സമയത്ത് ഞാൻ ജയിലിൽ കിടന്നു എന്നൊക്കെ അത് എഴുതുമ്പോൾ അത് ഭയങ്കര രസമായിരിക്കില്ലേ. ഇപ്പൊ സ്നേഹിയും വിചാരിക്കുന്നുണ്ട്, ഏതേ മോണ്ണ ഇവന്റെ കൂടെയാണോ ഡിറ്റക്റ്റീവിന്റെ പണി പഠിക്കാനായിട്ട് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും നാളെ തിങ്കളാഴ്ച വന്ന് ജാമ്യത്തിൽ എടുക്കാന്ന് കരുതിയിട്ട് ഇവര് പോവാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ആ സെല്ലിൽ ഉണ്ടായിരുന്ന പുള്ളികളുമായിട്ട് അവൻ നല്ല കമ്പനി ആവാണ് കേട്ടോ. അതിൽ തന്നെ ഒരുത്തനാണെങ്കിൽ കുറെ ദിവസമായിട്ട് ജാമ്യം കിട്ടാതെ ഇതിന്റെ ഉള്ളിൽ തന്നെ അങ്ങനെ കിടക്കണം. ഇവന്റെ വക്കീൽ വന്നിട്ട് എടോ ഞാൻ കുറെ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ പറയല്ലാതെ ഇയാൾ കിട്ടി ഈ പയ്യനെ ജാമ്യത്തിൽ എടുക്കാനും പറ്റുന്നില്ല. അവിടെ വെച്ച് സായി പറയാണ്, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, നീ നിന്റെ വക്കീലിനോട് അതുപോലെ ചെയ്യാൻ പറഞ്ഞാൽ മതി. ചെന്നൈയിൽ പോയിട്ട് സിനിമ കണ്ടതിന്റെ, ഹോട്ടലിൽ നിന്നതിന്റെ, ബസ്സിൽ ട്രാവൽ ചെയ്തതിന്റെ, അങ്ങനെ ഒരാഴ്ച നീ അവിടെ ആയിരുന്നു എന്നുള്ള രീതിയിൽ നീ ഒരു ബില്ല് ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് അവിടെ ആയിരുന്നു എന്ന് വരുത്തി തീർക്കണം. അങ്ങനെയാണെങ്കിൽ എളുപ്പത്തിൽ ജാമ്യം കിട്ടുമെന്ന് പറയണം. ശരിക്കും അത് വർക്കാവുന്ന ഒരു കാര്യമായിരുന്നു. ഇത് കണ്ടപ്പോൾ ബാക്കിയുള്ള ജയിൽ പുള്ളികളും ചാടി എഴുന്നേൽക്കണം, സാറേ ഞങ്ങൾക്കും എന്തെങ്കിലും ഒരു വഴി എന്ന് പറഞ്ഞിട്ട് ഇവർ വരുന്നുണ്ട്. അങ്ങനെ സമയം കുറിച്ച് കടന്നുപോയി രാത്രിയായി. രാത്രി ആയപ്പോൾ
ഒരാളെ സെല്ലിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിടുകയാണ്. ഇയാളാണെങ്കിൽ വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് കരച്ചിലും നിൽക്കുന്നേ ഇല്ല കേട്ടോ. ഇത് കണ്ട് സായി പതിയെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്താ നിങ്ങളെ പറ്റിയ, എന്താ നിങ്ങളുടെ പേര്? ഈ സമയത്ത് ആ ഒരു വൃദ്ധൻ അദ്ദേഹത്തിന്റെ ആ ഒരു പേര് പറയാണ്, മാരുതി റാവു. അദ്ദേഹത്തിന്റെ മകളെ കാണാതായതിന്റെ പേരിൽ കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടി വന്നയാ. പക്ഷേ പരാതി കൊടുക്കാൻ വന്ന എന്നെ തന്നെ അവർ പ്രതിയാക്കി. ശരിക്കും ഈ സ്റ്റേഷനിൽ നിന്ന് എന്നെ ഇനി സബ് ജയിലിലേക്ക് മാറ്റാൻ വേണ്ടി പോവാ. എന്റെ മോള് സൗമ്യ, അവൾ അവനെ അവസാനമായിട്ട് വിളിച്ച സമയത്ത് വല്ലാതെ പേടിച്ചിരുന്നു. 2-3 പേര് അവളുടെ പിന്നാലെ ഉണ്ടെന്നും അവൾക്ക് വല്ലാതെ പേടിയാവുന്നെന്നും അച്ഛാന്ന് പറഞ്ഞ് അവൾ എന്നോട് കരഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ ഒരു മനുഷ്യൻ നെഞ്ചു പൊട്ടി കരയാണ്. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവളുടെ ആ ഒരു ബോഡി എനിക്ക് കിട്ടി. നിറയെ മാന്തി പറിച്ച പാടുകളും. എന്റെ മോളെ ആര് കൊന്നു മോനെ, ക്രൂരമായിട്ട് കൊന്നു എന്ന് പറഞ്ഞിട്ട് അവൻ കിടന്ന് കരയാൻ തുടങ്ങുകയാണ്. ഇതേ സമയത്ത് തന്നെ സായി പറയാണ്, അങ്കിളെ പേടിക്കണ്ട. പിന്നെ എന്താ നടന്നെന്ന് ചോദിക്കുമ്പോൾ ആ സംഭവ സ്ഥലത്തേക്ക് ഈ മനുഷ്യൻ ചെന്നപ്പോൾ ഇയാൾക്ക് മകളുടെ ആ ഒരു ഫോൺ കിട്ടി, അതായത് സൗമ്യയുടെ ഫോൺ. ആ ഫോണിൽ പരിശോധിച്ചപ്പോൾ അവസാനമായിട്ട് അതിലേക്ക് ഒരു 3 കോളോളം വന്നിട്ടുണ്ട്. സോ ഇത് പറയാൻ വേണ്ടി സ്റ്റേഷനിലേക്ക് വന്നപ്പോഴാണ് പോലീസുകാർ ഇദ്ദേഹത്തെ കള്ളനാക്കി ജയിലിലിടുന്നത്. അല്ല അങ്കിളെ, ഈ സംഭവം എവിടെ വെച്ചാണ് നടന്നത്? ചെങ്കൽപ്പേട്ട എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് 18-ാം തീയതിയാണ് ഈ സംഭവം നടന്നത്. അങ്കിളുടെ മകളുടെ ഫോട്ടോ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ ഫോട്ടോയും കാണിച്ചു കൊടുക്കാൻ ഒരു ചെറിയ ഫോട്ടോ കേട്ടോ. അതുപോലെ തന്നെ ആ ഒരു 3 നമ്പർ പോലീസുകാർക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് ഒരു പേപ്പറിൽ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. അതിപ്പോ നമ്മുടെ സായിക്ക് കൊടുക്കുകയാണ്. ഇപ്പൊ സായി അദ്ദേഹത്തിന് ഒരു വാക്ക് കൊടുക്കുകയാണ്, ഇതിന്റെ പിന്നിൽ ആരായാലും ശരി അത് ഞാൻ കണ്ടുപിടിച്ചിരിക്കണം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തിങ്കളാഴ്ച ആയല്ലോ, അതുകൊണ്ട് തന്നെ ഇപ്പൊ സായിക്ക് ബെയില് കിട്ടുകയാണ്. അവൻ പുറത്തേക്ക് വന്ന പാട് തന്നെ അവൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന കാര്യം, ആ പെൺകുട്ടിയെ ക്രൂരമായിട്ട് കൊന്നത് ആരാണ് അവരെ കണ്ടുപിടിക്കണം. അതിനായിട്ട് ഏക ക്ലൂ എന്ന് പറയുന്നത് ആ അച്ഛൻ, അതായത് മരുതി റാവ് കൊടുത്തിട്ടുള്ള ആ ഒരു 3 നമ്പറാണ്. സോ ആ ഒരു 3 നമ്പർ വെച്ചിട്ട് സ്നേഹയോട് അവരുടെ ഒരു ഡീറ്റെയിൽ എടുക്കാൻ വേണ്ടി പറയാണ്. പക്ഷെ ഇതൊക്കെ എന്തിനാ ചോദിച്ചപ്പോൾ ഏജന്റ് സായി പറയാണ്, ഇന്നലെ രാത്രി നടന്ന ആ ഒരു സംഭവം അദ്ദേഹത്തിന്, അതായത് ഈ റാവുന് അദ്ദേഹത്തിന്റെ ആ ഒരു മകളെ കിട്ടിയ അവസ്ഥ, അദ്ദേഹം മുഴുവൻ പാടുകളായിട്ട് ക്രൂരമായിട്ട് ആരോ റേപ്പ് ചെയ്ത് അവളെ കൊന്നിരിക്കുകയാണ്. സോ സ്നേഹക്കും എന്തോ വല്ലാതാവുന്നുണ്ട്, എന്തായാലും ഈ ഒരു കേസ് തെളിയിക്കണം. അങ്ങനെ അവർ ആ ഒരു ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റ എടുക്കുന്നുണ്ട്. 3 പേരുടെ നമ്പറാണ്, 3 പേരുടെ പേരും കിട്ടിയിട്ടുണ്ട്. അജയ്, ഹർഷ, ഒന്ന് വസുതയാണ്. അതായത് മൂന്നാമത്തേത് ഒരു പെൺകുട്ടിയാണ്. അതായത് ഈ 3 നമ്പറിൽ നിന്നാണ് അവസാനമായിട്ട് ആ മരിച്ച പെൺകുട്ടി സൗമ്യയുടെ ഫോണിലേക്ക് കോൾ വന്നിരിക്കുന്നത്. പക്ഷേ ഡാറ്റാബേസിൽ നിന്നും ഈ വസുത ഉണ്ടല്ലോ, അവളുടെ അഡ്രസ്സ് കിട്ടിയെങ്കിലും അവളുടെ ഫോട്ടോ കിട്ടിയില്ല കേട്ടോ. അത് ബ്ലാങ്ക് ആയി കിടക്കുകയാണ്. ഇതിനുശേഷം ഇവർ ചെയ്യുന്ന പരിപാടി എന്താ വെച്ചാൽ, ആ സംഭവം നടന്ന ദിവസം 18-ാം തീയതി അജയ്, ഹർഷ ഇവർ 2 പേരും എവിടെയാണെന്ന് അറിയണമല്ലോ. സോ 2 പേരും ഒരു ടീമായിരിക്കാം, അല്ലെങ്കിൽ വേറെ ആളായിരിക്കാം. എങ്ങനെയാണെങ്കിലും 18-ാം തീയതി അവർ എവിടെയാണെന്ന് അറിഞ്ഞാൽ കുറച്ചുകൂടെ അവരിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അജയുടെ വീട്ടിലേക്ക് ഒരു കൊറിയർ ബോയ് ആയിട്ട് ഇപ്പൊ നമ്മുടെ ഏജന്റ് സായി ചെല്ലുകയാണ്. മാഡം, ഒരു കൊറിയർ ഉണ്ടായിരുന്നു അജയ്ക്ക് വേണ്ടിയിട്ടാണ്. അയ്യോ, അജയ് ഇവിടെ ഇല്ലായിരുന്നല്ലോ. ആ മാഡം, എനിക്കറിയാം, ഞാനൊരു 18-ാം തീയതി വിളിച്ചിട്ടുണ്ടായിരുന്നു, ആ സമയത്ത് അദ്ദേഹം ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു. ഇപ്പൊ അജയുടെ ഭാര്യ പറയണം, 18-ാം തീയതി അദ്ദേഹം ചെങ്കൽപ്പാളയത്തിലായിരുന്നു, നിങ്ങൾ വേണമെങ്കിൽ എന്റെ കയ്യിൽ ആ ഒരു കൊറിയർ തന്നെന്ന് പറഞ്ഞപ്പോൾ സായി പറയണ, അല്ല മാഡം, ഇത് നേരിട്ട് കൊടുക്കേണ്ട കൊറിയറാ. ഇതും പറഞ്ഞ് നൈസായിട്ട് അവൻ അവിടെ ഇറങ്ങുന്നുണ്ട്. അതായത് 18-ാം തീയതി അജയ് ചെങ്കൽപ്പാളയത്തിൽ തന്നെ ഉണ്ടായിരുന്നു, അതായത് അവനെയും സംശയിക്കാം. ഇതിനുശേഷം നേരെ പോകുന്നത് ഹർഷയുടെ വീട്ടിലേക്കാണ്. ഇതേ ട്രിക്ക് തന്നെ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അവന്റെ ഭാര്യയും പറയാം, 18-ാം തീയതി ഹർഷ ചെങ്കൽപ്പാളയത്തിലായിരുന്നല്ലോ, ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ഓക്കെ മാഡം, നേരിട്ട് കാണുകയാണെങ്കിൽ ഈ ഒരു പാർസൽ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇവർ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതായത് 2 പേരും 18-ാം തീയതി ചെങ്കൽപ്പാളയത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ, വസുത എന്ന് പറഞ്ഞ ഒരു പെണ്ണുണ്ടല്ലോ, അവളെ തേടി പോയ സമയത്ത് ആ അഡ്രസ്സിൽ അങ്ങനത്തെ ഒരു പെണ്ണേ ഇല്ല എന്ന് അവിടെ നിലവിൽ താമസിക്കുന്ന ആ ഒരു സ്ത്രീ പറയാണ്. എന്തായാലും വീട്ടോണറുടെ നമ്പർ തരുമെന്ന് ചോദിക്കണം. ആ ഒരു നമ്പർ മേടിച്ച് അവർ പോവുകയാണ്. പലതവണ ഓണർ വിളിക്കുന്നുണ്ടെങ്കിലും അയാൾ ഇപ്പൊ നിലവിൽ ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ ഓഫീസിലേക്ക് തന്നെ 2 പേരും തിരിച്ചെത്തിയിട്ടുണ്ട്. പിന്നീട് പ്ലാൻ ചെയ്യാണ്, ഹർഷ അതുപോലെ തന്നെ അജയ് 2 പേരും നമ്മൾ ഫോളോ ചെയ്യണം. ഇതുമായിട്ട് വല്ല ബന്ധവും അവർക്കുണ്ടെങ്കിൽ അവരെന്തെങ്കിലും മറിക്കാനായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം ചെയ്യും, നമ്മളത് കണ്ടുപിടിക്കണം. ഈ ഹർഷയെ കാണുന്ന സമയത്ത് കുറച്ച് ഭീകരനായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, ഹർഷയെ നീ ഫോളോ ചെയ്തോ, മറ്റേ അജയെ ഞാൻ ഫോളോ ചെയ്യാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ സ്നേഹ, ഞാനോ ഹർഷയോ, എന്തായാലും അവൾ തന്നെ ചെയ്യേണ്ടി വന്നു. അജയുടെ പിന്നാലെ ഇപ്പോൾ ഏജന്റ് സായി പോകുന്നുണ്ട്. ഈ ഒരു അജയ് ആണെങ്കിൽ കാര്യമായിട്ട് പല സ്ഥലത്തേക്കും പോകുന്നുണ്ട്. ആശുപത്രിയിലേക്ക്, മോർച്ചറിയിലേക്ക്, ഏതൊരു ടാക്സി സർവീസിലേക്ക്, അങ്ങനെ പല സ്ഥലത്തും അവൻ പോകുന്ന ഭാഗത്തെല്ലാം കറക്റ്റായിട്ട് അവനെ ഫോളോ ചെയ്തുകൊണ്ട് സായിയും പോകുന്നുണ്ട്. ഇതുപോലെ തന്നെ ഹർഷയും പല സ്ഥലത്തേക്കും പോകുന്നുണ്ട്. അവന്റെ പിന്നാലെ തന്നെ ഇപ്പോ നമ്മുടെ സ്നേഹയും പോവുകയാണ്. ആരൊക്കെയോ കണ്ട് സംസാരിക്കുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനിലേക്ക്, അവിടെ തന്നെ ആളൊഴിഞ്ഞ റെയിൽവേ ട്രാക്കിന്റെ ഒരു ഭാഗത്തേക്ക് ഇവൻ പോയിട്ട് മറ്റൊരാളുമായിട്ട് എന്തൊക്കെയോ നോക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ സ്നേഹം കാണുന്നുണ്ട്. ഇതിനുശേഷം ഇവർ 2 പേരും ഫോളോ ചെയ്ത് അവസാനം ഈ ഹർഷ അതുപോലെ തന്നെ അജയ് 2 പേരും ഒരു കഫേയിൽ വെച്ച് മീറ്റ് ചെയ്ത് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം നമ്മുടെ സായും അതുപോലെ സ്നേഹയും നിരീക്ഷിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ദിവസത്തെ ഓരോ കാര്യങ്ങൾ മുഴുവനായിട്ടും ഇവർ നിരീക്ഷത്തോട് കൂടിയിട്ട് ഒരു കാര്യം മനസ്സിലായി, ഇവർ 2 പേരും എന്തോ ഒരു കാര്യം മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാവുന്നത്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ട് ഇവർ ഓഫീസിലേക്ക് തിരിച്ചു പോകുമ്പോൾ മരിച്ചുപോയ സൗമ്യയുടെ ഫോണിലേക്ക് 3 കോള് വന്നു പറഞ്ഞില്ലേ, അതിലൊന്നും പെണ്ണിന്റേതായിരുന്നല്ലോ, വസുത. അവരെ കുറിച്ച് യാതൊരു വിവരം ഇപ്പൊ ഇവർക്ക് നിലവിൽ കിട്ടിയിട്ടില്ല. അതിന്റെ ആ ഒരു ഓണറെ ഇവർ നേരത്തെ വിളിക്കാൻ നോക്കി, അയാൾ ഫോൺ എടുത്തില്ല. എന്നാൽ ആ ഒരു ഓണർ ഇപ്പൊ തിരിച്ചു വിളിക്കുകയാണ്. ഇതേ സമയത്ത് സായി ഉപയോഗിക്കുന്നത് ആ ഒരു കൊറിയർ ഐഡിയ തന്നെയാണ് കേട്ടോ. എന്നാൽ ഓണർ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ പറയുന്നത് പോലെ ആ ഒരു വസുതയൊന്നും അവിടെ താമസിച്ചില്ല, വേറൊരു ലേഡിയായിരുന്നു. അപ്പൊ അതിന് മുന്നേ താമസിച്ചവര് അവരിപ്പോ എവിടെയാന്ന് ചോദിച്ചപ്പോൾ ഓണർ പറയണം, അവര് പണ്ടേ US പോയല്ലോ. ആണോ, ഓക്കെ സാർ, എന്നാൽ ഞാൻ പിന്നെ
നിന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് ഏജന്റ് സായ് ഇപ്പൊ ഫോൺ കട്ട് ചെയ്യാണ്. അതായത് തൊട്ടപ്പുറത്ത് അവൻ എന്തോ ഒന്ന് കണ്ടിട്ടുണ്ട്. അങ്ങോട്ടേക്ക് പോകാനാണ് വേഗം ഫോൺ കട്ട് ചെയ്തത്. വേഗം തന്നെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ഒരു ബസ് നിർത്തി അതിൽ നിന്ന് കുറച്ച് ആൾക്കാർ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിലൊരു പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെന്നിട്ട് നീയല്ലേ ആ ഒരു സൗമ്യ, നിനക്കൊന്നും പറ്റിയില്ലേ, നിന്റെ കഴുത്തിന് എന്താ പറ്റിയത്, നിന്റെ അച്ഛൻ എവിടെ, മാരുതി റാവു എവിടെ ചോദിക്കുമ്പോൾ ഈ പെണ്ണ് ആകെ പേടിച്ചു പോവാണ്. നിനക്കൊരു കുഴപ്പമില്ലേ, നിന്റെ കഴുത്തിന് എന്താ പറ്റിയത്, നിന്റെ അച്ഛൻ മാരുതി റാവു എവിടെ ചോദിക്കുമ്പോൾ പെൺകുട്ടി ആകെ പേടിച്ചു പോവാണ്. അവളുടെ അച്ഛനെ വിളിക്കണം. അച്ഛാ ഇയാൾ വന്നിട്ട് എന്തൊക്കെയോ ചോദിക്കുന്നു. ഇപ്പോൾ ഇവളുടെ അച്ഛനെ, അതായത് ഈ കുട്ടിയുടെ അച്ഛനോടും നമ്മുടെ ഏജന്റ് സായി ചോദിക്കണം, അല്ല നിങ്ങളുടെ മകൾക്ക് എന്തെങ്കിലും പ്രശ്നം, അതായത് റേപ്പ് അറ്റംപ്റ്റോ. ഇത് കേട്ട പാടനെ അയാൾ ഒറ്റ ആട്ടാണ്, പോടാ പോടാ പോ എന്ന സായി ആകെ കൺഫ്യൂഷനായി. കാരണം ഇതേ പെൺകുട്ടിയുടെ ഫോട്ടോ തന്നെയാണ് ഇന്നലെ ജയിലിൽ വെച്ച് മാരുതി റാവു അവനെ കാണിച്ചു കൊടുത്തത്. വേഗം സംശയം തോന്നിട്ട് ഇവര് നേരെ സബ് ജയിലിലേക്ക് പോകുന്നുണ്ട്. കാരണം എന്താ, മാരുതി റാവു ഇന്നലെ രാത്രി പറഞ്ഞത് സബ് ജയിലിലേക്ക് ഇയാളെ മാറ്റുമെന്ന. എന്ന് അങ്ങോട്ടേക്ക് പോയിട്ട് ഇതുപോലെ പേരുള്ള ഒരാൾ വന്നു എന്ന് ചോദിക്കുമ്പോൾ ഇല്ലാന്ന് പറയാണ്. ഒരിച്ചിരി കാശെല്ലാം കൊടുത്തിട്ട് ഒന്നുകൂടെ നോക്കുന്നു പറയുമ്പോൾ അങ്ങനെ ഒരാളില്ല, മാരുതി റാവു എന്ന പേരുള്ള ഒരാളും ഇല്ല. സോ അപ്പൊ തന്നെ കൺഫ്യൂഷൻ ആയിട്ട് ഇവര് നേരെ ആ ഒരു തിന്നപ്പനുണ്ടല്ലോ ഇയാളുടെ സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. കാരണം അവിടെ വെച്ചാണല്ലോ ഇതുപോലെ മാരുതി റാവുവിനെ സായി കാണുന്നത്. വന്ന വാർഡ് തന്നെ ഇന്നലെ രാത്രി എന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു വയസ്സായിട്ടുള്ള ആൾ, അയാൾ എവിടെയും ചോദിക്കുമ്പോൾ അയാൾ ഓൾറെഡി റിലീസായി പോയിട്ടുണ്ടെന്ന് പറയാണ്. അയാളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് തരുമോ. ഇതിങ്ങനെ ചോദിക്കുന്ന സമയത്ത് തിന്നപ്പം പറയണം, ആ മിനിസ്റ്ററുടെ മകനല്ലേ വന്ന് ചോദിക്കുന്ന, ഡീറ്റെയിൽസ് എടുത്ത് കൊടുക്കുന്നത്. അതായത് ഇവർ യാതൊരു വിവരം കൊടുക്കുന്നില്ല. പിന്നെ വേറൊരു കാര്യം, നീ പറഞ്ഞതുപോലെ മകളുടെ കാര്യത്തിൽ കേസ് കൊടുക്കാൻ വന്നിട്ടൊന്നുമല്ല അയാൾ അറസ്റ്റ് ചെയ്തത്. കുടിച്ച് ബഹളം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ അയാളെ പൊക്കിയെടുത്ത് കൊണ്ടുവരുമായിരുന്നു. ആകെ കൺഫ്യൂഷൻ ആവുകയാണ് ഇവിടുന്ന്. അതായത് ചതിക്കപ്പെട്ടോ എന്ന് സായിക്ക് തോന്നുകയാണ്. പക്ഷെ എന്തിന്, ഇനി അയാൾ ചതിച്ചതല്ലെങ്കിൽ, നുണ പറഞ്ഞതല്ലെങ്കിൽ, പോലീസുകാർ മറ്റെന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ട് അയാൾ എന്തെങ്കിലും ചെയ്തു കാണോ, അങ്ങനെ പല സംശയങ്ങളും അവന്റെ ഉള്ളിൽ തോന്നുകയാണ്. ഇനിയിപ്പോ ഒരേ ഒരു വഴിയേ ഉള്ളൂ, ചെങ്കൽപേട്ട ആ സ്റ്റേഷനിൽ വെച്ചാണല്ലോ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത്. അവിടുന്നാണ് ഈ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ട് പിന്നെ സബ് ജയിലിലേക്ക് കൊണ്ടുവന്ന് പറഞ്ഞത്. സോ എന്തായാലും നേരെ ചെങ്കൽപേട്ടയിലേക്ക് പോകണം. അവിടുത്തെ സ്റ്റേഷനിൽ ഈ മാരുതി റാവുവിന്റെ പേര് രജിസ്റ്റർ ആയിട്ടുണ്ടോ, അതായത് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് പോയി നോക്കണം. അവര് നേരെ ആ ഒരു സ്റ്റേഷനിലേക്ക് വെച്ച് പിടിക്കുകയാണ്. അവിടെ എത്തി നോക്കിയപ്പോഴും ഈ മാരുതി റാവു എന്ന പേരിൽ ആരും ഇങ്ങോട്ടേക്ക് വന്നിട്ടുമില്ല. അവിടെ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുമില്ല. എന്തപ്പുണ്ടായേ ഒന്നും തിരിയാതെ സായും നമ്മുടെ സ്നേഹം കൂടെ പുറത്തേക്ക് വരികയാണ്. മാത്രമല്ല ആ തിന്നപ്പനും അയാളുടെ പോലീസുകാരും പറഞ്ഞതുപോലെ ഇനി അയാളുടെ യഥാർത്ഥ പേര് അത് ഗോപാലൻ എന്ന് തന്നെയായിരിക്കും. എന്നാൽ ആരാണ് ഈ ഒരു ഗോപാലൻ, അയാൾ എവിടെ പോയി? എന്തായാലും ഇവർ ചെങ്കൽപേട്ടയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ നിർത്തുകയാണ്. ഒന്ന് ടോയ്ലറ്റിൽ പോകാനായിട്ട് സ്നേഹ പോയ ആ ഒരു സമയത്ത് സായി ടിവിയിൽ ഒരു വാർത്ത കാണുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ഇവർ 2 ദിവസമായിട്ട് ഫോളോ ചെയ്ത അജയ് ഉണ്ടല്ലോ, ആ അജയെ ആരോ ക്രൂരമായിട്ട് വെട്ടിക്കൊന്ന് ശരീരത്തിന്റെ പല ഭാഗങ്ങളും സിറ്റിയുടെ പല ഭാഗത്ത് കൊണ്ട് ഇട്ടിട്ടുണ്ട്. അതിക്രൂരമായിട്ടുള്ള കൊലപാതകമാണ്. ഇതുവരെയായിട്ടും കൊലപാതകി ആരാണെന്ന് കണ്ടുപിടിക്കാനും പറ്റിയിട്ടില്ല. ആകെ തരിപ്പിൽ ഏജൻസായി അവിടെ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഒരു പോലീസിന്റെ വാഹനം വരികയാണ്. അതിൽ നിന്നും ഇൻസ്പെക്ടർ ഋഷി, തൽക്കാലം നമുക്ക് അങ്ങനെ വിളിക്കാം, ഋഷി പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് സായിയോട് ജീപ്പിലേക്ക് കയറിയെന്ന് പറയണം. എന്തിനാ ചോദിച്ചപ്പോൾ അജയെ കൊന്നതിന്റെ പേരിൽ എന്ന് പറയണം. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ സ്റ്റേഷനിൽ കാണിക്കുകയാണ്. അതായത് ഋഷി അവനെ കൊണ്ടുപോയി സ്റ്റേഷനിൽ ഇട്ടിട്ടുണ്ട്. എന്നാൽ ഞാനല്ല കൊന്നത്, അവനൊന്നും മറുത്ത് പറയാൻ നിന്നില്ല. രാവിലെ തന്നെ അങ്ങോട്ടേക്ക് സ്നേഹയും വന്നിട്ടുണ്ട്, അതുപോലെ ദിനേശും വന്നിട്ടുണ്ട്. ഇവര് ചോദിക്കുന്ന കാര്യം എന്താ വെച്ചാൽ, നിന്നെ പോലീസ് ഇതുപോലെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യം ചെയ്തിട്ടില്ല എന്ന് നിനക്ക് വാ തുറന്ന് പറഞ്ഞുകൂടായിരുന്നു എന്ന് അജയ് ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കഴിഞ്ഞ 2 ദിവസമായിട്ട് സ്കൂളിന്റെ മുന്നിലൂടെയും ആശുപത്രിയുടെ മുന്നിലൂടെയും ഈ സിറ്റിയിലെ സകലമാന സ്ഥലത്തുകൂടിയും അവന്റെ പിന്നാലെ ഞാൻ പോകുന്നുണ്ടായിരുന്നു. ആ CCTV വിഷ്വൽ മുഴുവൻ എടുത്ത് തെളിവോട് കൂടിയിട്ടാണ് ഇവരെന്നെ അറസ്റ്റ് ചെയ്തത്. ആ സമയത്ത് ഞാൻ അവനെ കണ്ടില്ല, എനിക്ക് അവനെ അറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇവന്മാര് വിശ്വസിക്കുമോ? ശരിയാണ്, വെറുതെ സംസാരിച്ച് അവന്റെ ആ ഒരു എനർജി കളയേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ മറ്റെന്തെങ്കിലും രീതിയിൽ ചിന്തിക്കുകയാണ് വേണ്ടത്, ക്രൂക്കഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അല്ല, ഈ അജയ് കാണാതെ എന്ന് പറയുന്നില്ലേ, ആ ഹർഷ അവൻ എങ്ങാനും പുറത്തേക്ക് വന്നായിരുന്നു, പോലീസുകാർ അവനെ ചോദ്യം ചെയ്യോ, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു ചോദിച്ചപ്പോൾ ഇല്ലാന്ന് പറയണം. അതായത് ഹർഷ അതുപോലെ അജയ് രണ്ടുപേരും അന്ന് ആ ഒരു കഫയിൽ വെച്ച് പിരിഞ്ഞപ്പോൾ എന്തോ ചെറിയ വഴക്കും കാര്യങ്ങളുണ്ടായിരുന്നു. ചിലപ്പോൾ ഈ ഹർഷ തന്നെയായിരിക്കണം അജയെ കൊന്നിട്ടുണ്ടാവുക. അവന്റെ വീട്ടിലേക്ക് ഒന്ന് ചെന്ന് നോക്കുന്നു പറയണം. മാത്രമല്ല ഫോണിലേക്ക് വിളിക്കാനും പറയുന്നുണ്ട്. വിളിച്ചിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് നേരെ വീട്ടിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച എന്താ, ഈ ഹർഷ മരണപ്പെട്ടിട്ടുണ്ട്. അവന്റെ ബോഡി കാത്ത് അവന്റെ ഭാര്യയും കുടുംബക്കാരൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ഇത് ഇവർക്ക് വല്ലാത്തൊരു ഷോക്കിംഗ് ആയിരുന്നു കേട്ടോ. വേഗം തന്നെ സ്നേഹ ദിനേശ് രണ്ടുപേരും വന്നിട്ട് സായിയോട് ഈ ഒരു കാര്യം പറയാണ്. അതായത് അജയ് അതുപോലെ ഹർഷ രണ്ടുപേരും വളരെ ബ്രൂട്ടലായിട്ട് മരണപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല അവരെ കൊല്ലാൻ ഉപയോഗിച്ച ആ ഒരു വെപ്പണിൽ നിന്റെ ഫിംഗർ പ്രിന്റ് വരെ ഉണ്ട്. ഡ്രഗ് മാഫിയുമായിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യുന്നത്. അതായത് നീ ഒരു വലിയ ഡ്രഗ് ഡീലറാ എന്നൊക്കെയാണ് പലരും പറയുന്നതും പോലീസുകാർ അങ്ങനെയാണ് വരുത്തി തീർക്കാൻ നോക്കുന്നതും. ഇവർ ഈ സംസാരിക്കുന്ന കാര്യമൊക്കെ ആ സ്റ്റേഷനിൽ ഇൻചാർജ് ആയിട്ടുണ്ടായിരുന്ന ഇൻസ്പെക്ടർ ഋഷി അങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇയാൾ വരെ സംസാരിക്കുന്നതിന് തടസ്സപ്പെടുത്തുന്നൊന്നുമില്ല. അവർ സംസാരിക്കട്ടെ എന്ന് വിചാരിക്കാം. ഇപ്പൊ ചില കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ നമ്മുടെ ഏജന്റ് സായിക്ക് ഒരു കാര്യം മനസ്സിലായി. അതായത് 2 ദിവസം നീയും ഞാനും ആ അജയ് ഹർഷയും ഫോളോ ചെയ്യല്ലായിരുന്നു. അവരെ കൊല്ലാൻ നേരത്തെ തന്നെ ആരോ പദ്ധതി ഇട്ടിട്ടുണ്ട്. അത് നമ്മളെ തലയിൽ ഇട്ട് തരാനും അവർ പദ്ധതി ഇട്ടിട്ടുണ്ട്. സോ അതിനുവേണ്ടി അവരുടെ പിന്നാലെ നടന്ന് നമ്മൾ അവർക്കായിട്ട് വേണ്ടി തെളിവുകൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതാ നമ്മൾ ചെയ്തത്. അതായത് മനഃപൂർവ്വം എന്നെ ഇതിൽ പെടുത്തിയതാണ്. നോക്കിക്കോ അവരായിട്ട് എന്നെ ഈ കേസിലേക്ക് വലിച്ചിട്ടു. പൊക്കിയിരിക്കും ഞാൻ അവരെ, ഉറപ്പായിട്ടും പൊക്കിയിരിക്കും. അന്ന് അജയ് തേടി പോയ സമയത്ത് ഒരു കരിക്ക് വെട്ടുന്ന സ്ഥലത്ത് ഒരു കത്തി താഴെ വീണിട്ടുണ്ട്. ആ കത്തി ഞാൻ അയാൾക്ക് തിരിച്ചെടുത്തു കൊടുത്തു. ഈ സമയത്ത് സ്നേഹ പറയണ ശരിയാണ്, കരിക്ക്
വെട്ടാൻ ഉപയോഗിക്കുന്ന ഒരു കത്തി വെച്ച് തന്നെയാണ് രണ്ടുപേരെയും കൊന്നിരിക്കുന്നത്. അങ്ങനെയാണല്ലേ? അപ്പൊ മനഃപൂർവ്വം വ്യക്തമായ പദ്ധതിയോടുകൂടി ചെയ്തിരിക്കുകയാണല്ലേ? നിങ്ങൾ എത്രയും പെട്ടെന്ന് ബെയിൽ കിട്ടുമെന്ന് നോക്കുന്നു പറഞ്ഞിട്ട് ഇപ്പൊ ദിനേശിനെ പറഞ്ഞേക്കാണ്. പക്ഷെ എങ്ങനെ എന്ത് പറഞ്ഞിട്ടാണ് ബെയിൽ എടുക്കാൻ വേണ്ടി നോക്കുക? ആ സമയത്താണ് ഏജന്റ് സായി ഒരു കാര്യം ചോദിക്കുന്നത്. അല്ല, കൊലപാതകം നടന്ന ആ ഒരു സമയം എപ്പോഴാണ്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത് 9 മണി എന്നാണ്. 9 മണിയോ? സ്നേഹ, ദിനേശ്, നിങ്ങൾ രണ്ടുപേരും വേഗം ആ ഒരു സബ് ജയിലിലേക്ക് ചെല്ലുക. കാരണം രാത്രി 9 മണിക്ക് ഈ കൊലപാതകം നടന്നു എന്ന് പറയുന്ന ആ ഒരു ഡേറ്റിൽ ഗോപാലിനെ അന്വേഷിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്, അതായത് സബ് ജയിലിലേക്ക്. അവിടെ അതിന്റെ ആ ഒരു CCTV വിഷ്വൽ ഉണ്ടാവും. അത് വെച്ച് നിങ്ങൾ ബെയിലിന് അപേക്ഷിക്കുക. ഇത് കേട്ട സമയത്ത് തന്നെ സ്നേഹ ആകെ ഞെട്ടിപ്പോവാണ്. എന്റെ സായി, ഈ സമയത്ത് വരെ എത്ര പെർഫെക്റ്റ് ആയിട്ട് ചിന്തിക്കാൻ നിനക്ക് എങ്ങനെയാ പറ്റുന്നത്? അടിപൊളിയുടെ ഉറപ്പായിട്ടും ബെയിൽ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇവര് നേരെ ആ ഒരു സ്റ്റേഷനിലേക്ക് പോവാണ്. CCTV വിഷ്വൽ എടുക്കുന്നുണ്ട്. അത് വെച്ച് കൊലപാതകം നടന്ന സമയത്ത് സായി അവിടെ ഇല്ലായിരുന്നു, സ്റ്റേഷനിലായിരുന്നു എന്ന് തെളിയിക്കുന്നത് കൊണ്ട് തന്നെ അവന് ബെയിൽ കിട്ടുക. അങ്ങനെ സ്റ്റേഷനിൽ പുറത്തേക്ക് ഇറങ്ങിയ വാർഡ് തന്നെ സായി പ്ലാൻ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ ഒന്നുകൂടെ അജയ്, ഹർഷ ഈ രണ്ടാൾക്കാരും പോയ അതേ വഴിയിലൂടെ ഒന്നുകൂടെ പോയി നോക്കുക. എന്നാൽ ഇവരറിയാതെ തന്നെ ഒരാൾ ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഫോളോ ചെയ്യുന്നവനെ നമുക്ക് ബോബി എന്ന് വിളിക്കാം. എന്തായാലും സായി ഇപ്പൊ ചെല്ലുന്നത് അജയുടെ പിന്നാലാവും പോയില്ലേ. അജയ് പോയ അതേ സ്ഥലത്തേക്ക് ഒന്നുകൂടെ ചെല്ലുകയാണ്, ഒരു ടാക്സി സർവീസ് സെന്ററിലേക്ക്. അങ്ങോട്ടേക്ക് ശരിയും പോയത് അവന്റെ എന്തോ ഡാറ്റ അവിടെ മറന്നു വെച്ചായിരുന്നു, അത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഒരു പയ്യന്റെ അടുത്തേക്ക്, അവന്റെ അടുത്തേക്ക് പോയത് ഈ അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് ബോഡികൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വരുന്നുണ്ട്. സോ അതിന്റെ ആ ഒരു ഡീറ്റെയിൽ കളക്ട് ചെയ്യാനാണ്. പിന്നെ പോയത് ഒരു മോർച്ചറിയിലാണ്. അവിടെ പോയിട്ട് സായി അന്വേഷിച്ച സമയത്ത് ഇതുപോലെ അജയ് എന്ന പേരുള്ള ഒരാൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഏതോ ഈ റെയിൽവേ ട്രാക്കിന്റെ അവിടെ നിന്ന് കിട്ടിയ ആ ഒരു ബോഡിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചോദിച്ചിട്ട് അവൻ എന്നെ നിരന്തരം ശല്യം ചെയ്യായിരുന്നു. പക്ഷെ സാർ, ഇതിങ്ങനെ ഒരാൾ വന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങനെ കൊടുക്കാനൊന്നും പറ്റില്ല. ഇതിനുശേഷം ഹർഷ കാണാൻ വേണ്ടി പോയ ഒരു പയ്യനെ കാണാൻ വേണ്ടി പോവാണ്. അവനാകെ പേടിയുണ്ടായിരുന്നു സംസാരിക്കാനായിട്ട്. എന്നാൽ അവനോട് പറയണം, കുഴപ്പമൊന്നുമില്ല, നീ പറഞ്ഞു. അതായത് ഹർഷാണ്ണൻ, അയാൾ മരിക്കുന്നതിന് മുന്നേ അയാൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഹർഷാണ്ണനും അതുപോലെ തന്നെ അജയും രണ്ടുപേരും ഒരുമിച്ചാണ് പഠിച്ചത്. ക്രിമിനോളജി അതായിരുന്നു അവരുടെ ആ ഒരു സബ്ജക്ട്. മാത്രമല്ല അജയ് അൺഐഡന്റിഫൈഡ് ബോഡീസ് അതിനെക്കുറിച്ച് ഒരുപാട് പഠിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ ഹർഷ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ രണ്ടുപേരും നല്ല ടെൻഷനിലായിരുന്നു ഈയിടെയായിട്ട്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവർക്ക് കിട്ടിയെങ്കിലും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. എന്നാൽ അജയ് എന്താണ് പഠിച്ചത്, എന്ത് വിവരമാണ് ശേഖരിച്ചത്, അതിനെക്കുറിച്ചുള്ള ഒരു ഡാറ്റ അല്ലെങ്കിൽ ഒരു ഫയൽ അവന്റെ കയ്യിൽ ഉണ്ടാവുമല്ലോ. സോ പോലീസുകാരില്ലാത്ത നേരം നോക്കിയിട്ട് സ്നേഹ ഇപ്പോൾ അജയുടെ ഭാര്യയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവര് ഒന്നുമില്ല എന്നൊക്കെ പറയാണ്. എന്നാൽ അവിടെ വെച്ച് ഒരു ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടി സായി അവളോട് പറയാണ്, അതായത് നിങ്ങളുടെ ഭർത്താവിനെ ബ്രൂട്ടലായിട്ടാണ് കൊന്നിരിക്കുന്നത്, അദ്ദേഹം എന്തോ ഒന്ന് ചെയ്തതിന്റെ പേരിലാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്, നിങ്ങൾ എന്തെങ്കിലും മറക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മരണം അത് വെറുതെ ആയി പോയതുപോലെ ആവും. ഇതെല്ലാം കേട്ടപ്പോൾ അവർ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുകയാണ്. മാത്രമല്ല ഇതുപോലെ അജയ് ഒളിപ്പിച്ചു വെച്ച ഒരു ഫയൽ ഉണ്ടായിരുന്നു, അത് ഇവർക്ക് കൊണ്ടേ കൊടുക്കുകയാണ്. ഓക്കെ, സാധനം കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ രണ്ടാമത്തതായിട്ട് ഹർഷയുടെ വീട്ടിലേക്ക് ഇവർക്ക് പോകണം. എന്നാൽ നിലവിൽ അവിടെ ആരുമില്ല, കാവലിനായിട്ട് ഒരു പോലീസുകാരൻ മാത്രമേ ഉള്ളൂ. ഇയാൾ ചായ കുടിക്കാൻ പോയ സമയം നോക്കിയിട്ട് ഇവർ രണ്ടുപേരും ഹർഷയുടെ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. കാരണം ഈ ഹർഷയെ നമ്മുടെ സ്നേഹ ഫോളോ ചെയ്യുന്ന സമയത്ത് ഒരു സൂപ്പർ മാർക്കറ്റിൽ വെച്ച് ഒരാൾ ഹർഷയ്ക്ക് എന്തോ ഒരു കവർ കൊടുക്കുന്നതായിട്ട് അവൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു കവർ എടുക്കാനായിട്ടാണ് ഇവർ രണ്ടുപേരും ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ ആ ഒരു കവറും കാര്യങ്ങളൊക്കെ എടുത്തു ഇവർ നേരെ പുറത്തേക്ക് പോവാണ്. ആ സമയത്താണ് സ്നേഹ അവളുടെ ആ ഒരു ഫോൺ മറന്നു വെച്ചു, ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് പോകുന്നത്. ഇപ്പൊ ഇവരുടെ കാറിൽ നമ്മുടെ സായി മാത്രം ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് ഒരാൾ അവന്റെ തലയിലൂടെ ഒരു കവർ ഇട്ട് അവന്റെ കഴുത്ത് ഞെരിച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ്. ശ്വാസം കിട്ടാതെ അവൻ പെടയുന്ന സമയത്താണ് ഉള്ളിലേക്ക് പോയ സ്നേഹ തിരിച്ചു വരുന്നത്. അപ്പോഴേക്കും ആ ഒരു കില്ലർ എഴുന്നേറ്റ് ഓടുകയാണ്. എന്തായാലും കുറച്ചു നേരം അവനൊന്ന് റിലാക്സ് ആയി വേഗം തന്നെ അവിടുന്ന് വണ്ടി എടുത്ത് പോവാണ്. സ്നേഹ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ സായി കിടന്ന് ചിരിക്കുകയാണ് കേട്ടോ. അതായത് നമ്മൾ പോകുന്നത് റൈറ്റ് ആയിട്ടുള്ള ട്രാക്കിലൂടെയാണ്, അതുകൊണ്ടാണ് എനിക്ക് നേരെ ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് ഉണ്ടായത്. സോ ഇവർ കുറച്ച് വിട്ടുമാറിയാട്ടോ നിൽക്കുന്നത്. അങ്ങോട്ടേക്ക് ഇപ്പോൾ ഒരു പോലീസുകാരന്റെ വണ്ടി വരുന്നുണ്ട്. ആ പോലീസുകാരൻ മറ്റാരും ആയിരുന്നില്ല, നേരത്തെ ഇവനെ അറസ്റ്റ് ചെയ്ത ആ ഒരു ഇൻസ്പെക്ടർ ഋഷി ഉണ്ടല്ലോ, അയാളായിരുന്നു. നമ്മുടെ ഈ ഒരു സായി പറയുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു ഋഷിക്ക് കാര്യം മനസ്സിലായി. കാരണം അയാളൊരു നല്ല മനുഷ്യരായിരുന്നു കേട്ടോ. അപ്പോൾ എന്താണ് നടന്നത് പൂർണ്ണമായിട്ടും പറയാൻ പറഞ്ഞപ്പോൾ ഏജന്റ് സായി ഇത്രയും ദിവസം കൊണ്ട് നടന്ന എല്ലാ വിവരങ്ങളും അത് അതുപോലെ പറയാണ്. അതായത് ഈ ഗോപാലിനുണ്ടല്ലോ, പേര് മാറ്റി സ്റ്റേഷനിലേക്ക് വന്നിട്ട് എനിക്ക് തന്നത് 3 നമ്പറാണ്. ഒന്ന് ഈ അജയ്, അതുപോലെ തന്നെ രണ്ടാമത്തേത് ഹർഷ, മൂന്നാമത്തേത് വസുധ എന്ന പേരുള്ള ആ ഒരു പെൺകുട്ടി. പക്ഷെ ഇത്രയും ദിവസമായിട്ട് വസുധയെ ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. മേ ബി അവൾ മരിച്ചു പോയിട്ടുണ്ടാവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്ന നിലവിൽ അവളിപ്പോൾ മിസ്സിംഗ് ആണ്, അവളെ കാണാനില്ല. ഇതേ സമയത്ത് തന്നെ ഇൻസ്പെക്ടർ ഋഷി ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ഈ ഹർഷയുടെ കയ്യിൽ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് ഒരാൾ ഒരു കവർ കൊടുത്തു എന്ന് പറയുന്നില്ലേ, ആ ആളെ കണ്ടാൽ മനസ്സിലാവോ? എന്നാ നമ്മുടെ സ്നേഹിക്ക് അങ്ങനെ മനസ്സിലാക്കാനൊന്നും പറ്റില്ല. ഇനി ഒരു വട്ടം കൂടെ കണ്ടാൽ ഓക്കെ എന്ന് പറയാം. അയാൾ വന്ന ആ ഒരു വണ്ടിയുടെ നമ്പർ, അതിന്റെ ആ ഒരു കളർ, അതെല്ലാം വെച്ച് നോക്കിയിട്ട് ഇങ്ങനെ ഒരു നമ്പർ പറഞ്ഞപ്പോൾ അത് വെച്ച് ഇവർ സ്റ്റേഷനിൽ പോയിട്ട് ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ ആളെ കിട്ടുകയാണ്. നോക്കുമ്പോൾ അതൊരു പോലീസ് കോൺസ്റ്റബിൾ തന്നെയാണ്. അയാൾ നേരെ ഇങ്ങോട്ടേക്ക് ഇൻസ്പെക്ടർ ഋഷി വിളിച്ചു വരുത്തുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് കോൺസ്റ്റബിൾ കൂടുതലായിട്ട് മറയ്ക്കാനൊന്നും ശ്രമിച്ചില്ല. കാര്യമായിട്ട് തന്നെ പറയാണ്. അതായത് ആ ഒരു ഹർഷ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു, അവന് ചില വിവരങ്ങൾ വേണമായിരുന്നു. ജയിലിൽ കിടക്കുന്ന ഈ ആർദ്രയനുണ്ടല്ലോ, അതായത് ഏജന്റ് സായി ആർദ്രയ, അവനെ കുറിച്ചുള്ള വിവരങ്ങൾ, ആ വിവരങ്ങൾ ഞാൻ കളക്ട് ചെയ്തിട്ടാണ് കാശും മേടിച്ച് ഞാൻ ഹർഷയ്ക്ക് ആ ഒരു ഡാറ്റ കൊടുത്തത്. അതായത് ഹർഷയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഫയലിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് ഏജന്റ് സായിയുടെ അഡ്രസ്സും ബാക്കിയുള്ള കാര്യങ്ങളായിരുന്നു. അതായത് മരിക്കുന്നതിന് മുന്നേ തന്നെ ഈ ഹർഷയും അജയും കൂടെ ഏജന്റ് സായിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനു മുന്നേ രണ്ടുപേരും മരണപ്പെട്ടു പോയി. അതായത് തിന്നപ്പൻ അന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാൻ പോയ സമയത്ത് ആ
ആദ്യമായിട്ട് ആ ഒരു ബോഡിയുടെ അരികിലേക്ക് ഞാൻ എത്തിയ സമയത്ത് അവൻ എന്നെ അറസ്റ്റ് ചെയ്തില്ലേ, അതേ സമയത്ത് അവിടെ മറഞ്ഞിരുന്നുകൊണ്ട് അജയ് ഹർഷ അവർ രണ്ടുപേരും എന്നെ കണ്ടിട്ടുണ്ട്. അവരെന്തോ ഒരു കാര്യം എന്നോട് പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് മുന്നേ ആയിട്ട് അവർ മരണപ്പെടുകയും ചെയ്തു. ഇതെല്ലാം ഒരു സ്ഥലത്തേക്കാണ് പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. അതായത് റെയിൽവേ ട്രാക്കിൽ കിടന്ന ആ ഒരു അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള ആ ഒരു ബോഡി. സാറേ പറ്റെങ്കിലും നിങ്ങളുടെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചിട്ട് ആ ഒരു ബോഡി രണ്ടാമത് ഒരു തവണ കൂടെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. ഋഷി ഇപ്പൊ ആ ഒരു കാര്യം നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാന്ന് പറയാണ്. ഇതിനുശേഷം സായി അതുപോലെ സ്നേഹ രണ്ടുപേരും സ്റ്റേഷൻ വിട്ട് പോകാൻ നിൽക്കുമ്പോൾ ഒരു വൃദ്ധൻ അങ്ങോട്ടേക്ക് വന്നിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം 2-3 ദിവസമായിട്ട് ഇയാൾ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ട് ഇതുവരെയായിട്ടും അതിന് യാതൊരു മറുപടിയില്ല. ഇയാളുടെ മകൾ കാണാതായിട്ടുണ്ട്. സോ ഇയാളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഋഷി വന്നിട്ട് ഇയാളെ സമാധാനിപ്പിച്ച് അവിടെ ഇരുത്തുകയാണ്. ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇതുവരെയായിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. എന്തായിരുന്നു നിങ്ങളുടെ മകളുടെ പേര് എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു മനുഷ്യൻ പറയാണ് വസുധ എന്ന്. ആ പേര് കേട്ട പാട് തന്നെ സായു സ്നേഹം കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വസുധയോ? വസുധ നിങ്ങളുടെ മോളാണോ? അവളെ കാണാതായിട്ട് എത്ര ദിവസമായി? 2-3 ദിവസമായി സാറേ എന്ന് ഇപ്പൊ കരഞ്ഞുകൊണ്ട് ആ ഒരു വൃദ്ധം പറയാണ്. ഇതേ സമയത്ത് ഋഷിക്ക് ഒരു കോള് വരുന്നുണ്ട്. അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള ഒരു ഡെഡ് ബോഡി, പെൺകുട്ടിയുടെ ഡെഡ് ബോഡിയാണ് അത് കിട്ടിയെന്ന് പറഞ്ഞിട്ട്, അതും റെയിൽവേ ട്രാക്കിന്റെ പരിസരത്ത് നിന്ന്. പെട്ടെന്ന് തന്നെ പോലീസുകാരെല്ലാവരും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. കൂട്ടത്തിൽ സായും സ്നേഹയും അതുപോലെ ഇപ്പൊ വന്ന് ഈ ഒരു വൃത്തിനെയും കൊണ്ടുപോകണം. അതായത് ആ കിട്ടിയ ബോഡി ഇയാളുടെ മകളുടേത് തന്നെയാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി അങ്ങനെ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കി. അതേ സമയത്തിന് ഇയാൾ പറയുന്നുണ്ട് മകളുടെ കയ്യിൽ അമ്മയുടെ ചെറുപ്പത്തിലെ ആ ഒരു ചിത്രം അവള് പച്ച കുത്തിയിട്ടുണ്ടെന്ന്. എന്തായാലും റെയിൽവേ ട്രാക്കിനടുത്ത് ആ ഒരു പാലത്തിനടിയിലേക്ക് ഇവർ വന്ന് നോക്കുമ്പോൾ ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി ഉണ്ട്. മാത്രമല്ല ഈ മനുഷ്യൻ വന്ന് നോക്കുമ്പോൾ അത് വസുധ തന്നെയായിരുന്നു. ആകെ ഷോക്കാവുകയാണ്. പാവ ആ ഒരു മനുഷ്യൻ നിലവിളിച്ച് കരയുന്നുണ്ട്. കാരണം ആകെയുള്ളൊരു മോളാണ്, അവളാണ് ഇതുപോലെ ബ്രൂട്ടലായിട്ട് കൊല ചെയ്യപ്പെട്ട് ഇവിടെ കിടക്കുന്നത്. ഇതെന്തായാലും നമ്മുടെ സായിക്ക് ഭയങ്കരമായിട്ട് ഷോക്കാവുകയാണ് കേട്ടോ. കാരണം ഈ 3 പേരെയും രക്ഷപ്പെടുത്താനായിട്ട് അവന് കഴിഞ്ഞില്ല. അറ്റ്ലീസ്റ്റ് ആ ഒരു വസുധയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് സായിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് തിന്നപ്പം വരുന്നത്. തിന്നപ്പം ചോദിക്കുകയാണ്, അല്ല നിനക്കെന്താ ഇവിടെ പരിപാടി? അങ്ങനെ ഓരോന്ന് വെറുതെ ചൊറിയുന്ന സമയത്ത് സായിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. സാറേ നിങ്ങളുടെ ജോലി അത് നിങ്ങൾ മര്യാദക്ക് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഈ പെൺകുട്ടി മരിക്കില്ലായിരുന്നു. ഇപ്പൊ തിന്നപ്പൻ ഋഷിയോട് ചോദിക്കുകയാണ്, അല്ല ആരോട് ചോദിച്ചിട്ടാടാ ഇവൻ ഇങ്ങോട്ടേ വിട്ടത്? ഇപ്പൊ ഋഷിയും പറയാണ്, സോറി സാറേ സോറി, അത് വേറൊരു കാര്യത്തിന് വേണ്ടി കൊണ്ടുവന്നതാ. അങ്ങനെ ഋഷി ബലമായിട്ട് തന്നെ സായി സ്നേഹം ഇവിടുന്ന് കൊണ്ടുപോവാണ്. കാരണം അവൻ ഭയങ്കര അലമ്പിലപ്പോ. എന്തായാലും ഇവർ ഇവിടുന്ന് പോകുന്ന സമയത്ത് നേരത്തെ ഇവർ സ്റ്റേഷൻ ഇറങ്ങിയ സമയത്ത് ഒരാൾ ഇവരെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, നമ്മൾ ബോബി എന്ന് വിളിച്ച ആള്. അയാൾ ഇപ്പോഴും ഇതേ സ്ഥലത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഇതേ സമയത്ത് ഋഷി ഉണ്ടല്ലോ സായി ഒരു ഭാഗത്തേക്ക് മാറ്റി വിളിച്ചുകൊണ്ടിട്ട് പറയണം, നീ എന്തിനാ അനാവശ്യമായിട്ട് അവിടെ ഇങ്ങനെ റൈസ് ആവുന്നത്? അയാൾ എങ്ങാനും കംപ്ലൈന്റ് രജിസ്റ്റർ ആയിട്ടുണ്ട്, ആകെ പണിയാവും, നിനക്ക് പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഈ സമയത്ത് സായി ഭയങ്കര ദേഷ്യത്തിൽ പറയാണ്, ആ വസുധ ആ ഒരു പെൺകുട്ടി മരിച്ചു കിടക്കുന്ന കണ്ടില്ലേ, അവളുടെ അച്ഛന്റെ ആ ഒരു കരച്ചിൽ നിങ്ങൾ കേട്ടതല്ലേ, ഇനി സഹിക്കാൻ പറ്റുന്നില്ല സാറേ. ഇതേ സമയത്തിന് സായി ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ ഡോക്ടർ, അദ്ദേഹത്തോട് റെയിൽവേ ട്രാക്കിനരികിൽ നിന്നും കിട്ടിയ ആ ഒരു ബോഡി അത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറഞ്ഞില്ലേ, അതിന്റെ റിപ്പോർട്ട് എന്തായെന്ന് ചോദിച്ചു നോക്ക്. വേഗം തന്നെ ഋഷി വിളിച്ചു നോക്കുകയാണ്. ഋഷി വിളിച്ചപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത് കേട്ടോ. ശരിക്കും ഇവര് ഷോക്കായി പോയി. അതായത് ആ റെയിൽവേ ട്രാക്കിനരികിൽ കിടന്ന ആ ഒരു ഡെഡ് ബോഡി അയാളെ കൊന്നതുമല്ല, അയാൾ ആത്മഹത്യ ചെയ്തതുമല്ല, അതൊരു നാച്ചുറൽ ഡെത്ത് ആണ്. ലിവർ സീറോസിസോ ഡാമേജോ അങ്ങനെ എന്തോ ഒന്ന് വന്നിട്ട്. പക്ഷെ ഒരു കാരണവശാലും സായിക്ക് ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. 3 കൊലപാതകങ്ങൾ ഓൾറെഡി ഇവിടെ വെച്ച് നടന്നു കഴിഞ്ഞു. അജയ്, ഹർഷ, വസുധ, പിന്നെ റെയിൽവേ ട്രാക്കിന്റെ പല ഭാഗത്തു നിന്നും കിട്ടുന്ന പല ബോഡികൾ, ഒരുപാട് ബോഡികൾ. എന്തൊക്കെയുണ്ട് സാറേ, നമുക്ക് വേഗം ഇവിടുന്ന് പോകണം, ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കണം എന്ന്. ഇവർ ഇവിടുന്ന് പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒളിച്ചിരിക്കുന്ന ആ ഒരു ബോബി കേൾക്കുന്നുണ്ട്. അവരുടെ പിന്നാലെ പോകാൻ വേണ്ടി ബോബി ഇപ്പൊ ആ ഒരു ബൈക്ക് സ്റ്റാർട്ടാകാൻ നോക്കുമ്പോൾ സ്റ്റാർട്ട് ആവുന്നില്ല. ചാവി ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾ സ്റ്റാർട്ടാക്കി തരണമെന്ന് ചോദിക്കുകയാണ്. അവിടെ വെച്ച് തന്നെ ബോബിയെ ഇവർ 3 പേരും കൈയോടെ പൊക്കുകയാണ്. സായും സ്നേഹയും പിന്നെ ഋഷിയും. അവനെ കെട്ടിയിട്ട് അവനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഈ ബോബി ആണെങ്കിൽ ഒരു കൂസലും ഇല്ലാതെ ഇരിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് സായി ചോദിക്കുന്നുണ്ട്, എടാ നിന്നെ കെട്ടിയിട്ടത് ഞങ്ങളാണോ അല്ലെങ്കിൽ നീ ഞങ്ങളെ കെട്ടിയിട്ടതാണോ? എന്നിട്ടും അവനൊരു കൂസലും ഇല്ല, ഒരേ ഇരിപ്പ് തന്നെ. മാത്രമല്ല അവൻ പറയാണ്, സാറേ ഞാൻ ആരാണെന്ന് അറിഞ്ഞാൽ നിങ്ങൾ എന്നെ ഇങ്ങനെ അറസ്റ്റ് ചെയ്യില്ല, ഇതുപോലെ കെട്ടിയിടില്ല. നീ ആരാണ്ടാന്ന് ചോദിക്കുമ്പോൾ ഞാൻ FBI നിന്നാ. FBI ഏത് FBI? ഫ്രണ്ട്സ് ബ്യൂറോ ഇൻവെസ്റ്റിഗേഷൻ, കർണാടകയിൽ നിന്നാ. ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആണ് ഈ ചക്കനുണ്ടല്ലോ ഈ സായി. ഇവൻ ഒരു പെണ്ണിനെ കൊന്നു എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഇവന്റെ പിന്നാലെ ഞാൻ ഫോളോ ചെയ്തതെന്ന് പറയുന്ന സമയത്ത് സായിക്ക് കാര്യങ്ങൾ മനസ്സിലായി. എന്നെ എങ്ങനെയാണോ ആ ഒരു കില്ലേഴ്സ് ഓമ്പിച്ചത് അതുപോലെ ഈ ബോബി ഒരുമാതിരി മൂഞ്ചിപ്പിച്ചിട്ട് സായിയുടെ പിന്നാലെ തന്നെ അവരങ്ങനെ തിരിച്ചു വിട്ടതാണ്. അവരുടെ പിന്നിൽ മറ്റെന്തോ ഒരു ഉദ്ദേശമുണ്ട്. അതായത് ഒരു കോമാളിയെ പോലെ, ഒരു പാവയെ പോലെ നിന്നങ്ങനെ ആടുകയായിരുന്നു. മറ്റേ ആരുടെ കയ്യിലായിരുന്നു ഇവരുടെ ഒരു എന്താ പറയാ ആ ചരട് ഉണ്ടായിരുന്നത്. ഇതറിയാതെയാണ് ഇത്രയും നാള് തുള്ളിയതെന്ന് ഇവിടെ വെച്ച് സായിക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ കാര്യം അവനോട് പറഞ്ഞപ്പോൾ അവനും ആകെ ഞെട്ടിപ്പോണേ. അപ്പൊ ഇതൊരു ഗെയിം, അതായത് ഒരു പ്ലാനിന്റെ ഭാഗമായിരുന്നു. നമ്മളെല്ലാവരും അപ്പൊ മണ്ടന്മാരായല്ലേ. പെട്ടെന്ന് തന്നെ ഏജന്റ് സായി ഒന്ന് ഉണരുന്നുണ്ട്. പാളി എന്നാൽ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കുകയാണ്. നേരെ അവന്റെ കൂട്ടുകാരനായിട്ടുള്ള ദിനേശിനെ വിളിക്കുകയാണ്. ദിനേശ്, അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് ബോഡി കിട്ടിയെന്ന് പറഞ്ഞില്ലേ, ആ ഓരോ ബോഡിയും എവിടുന്നാ കിട്ടിയെന്നുള്ള ലൊക്കേഷൻ നിങ്ങളുടെ കയ്യിൽ ലിസ്റ്റ് ഇല്ലേ, അത് നയിക്കാൻ വേണ്ടി പറയണം. ആ ലിസ്റ്റ് അവൻ അയച്ചു. അതിങ്ങനെ പരിശോധിച്ച് വെക്കുന്ന സമയത്ത് ഏകദേശം 52ഓളം അൺഐഡന്റിഫൈഡ് ബോഡി ഈ അടുത്തായിട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ 24 എണ്ണവും കിട്ടിയത് എവിടുന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് റെയിൽവേ ട്രാക്കിന്റെ ഭാഗത്ത് നിന്നാണ്. പ്രധാനമായിട്ടും കാഞ്ചീപുരം, പുത്തൂർ എന്നീ 2 സ്റ്റേഷന്റെ ഇടയിൽ വെച്ചാണ് ഈ 24 ബോഡീസും കിട്ടിയിട്ടുള്ളത്. അതിനർത്ഥം എന്താണ്? പ്രത്യേകിച്ചൊന്നും മനസ്സിലാകാതെ നിൽക്കുന്ന ഇവരോട് വീണ്ടും നമ്മുടെ സായി വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു
കൊടുക്കുകയാണ്. സാറേ, അന്ന് കിട്ടിയ ആ ഒരു ബോഡി അത് നിങ്ങളുടെ ഫ്രണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത സമയത്ത് എന്താ പറഞ്ഞത്? അതൊരു നാച്ചുറൽ ഡെത്ത് ആണെന്നല്ലേ? നാച്ചുറൽ ഡെത്ത് ആണെങ്കിൽ അയാളുടെ ബോഡി എങ്ങനെയാണ് അവിടെ വന്നത്? അതിന്റെ പരിസരത്താണെങ്കിൽ ഒരു റോഡോ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ട്രെയിനിൽ നിന്ന് തന്നെ ആ ഒരു ബോഡി വീണതാണ്. പക്ഷേ സാധാരണ പാസഞ്ചർ ട്രെയിൻ അല്ല, ലഗേജുകളൊക്കെ കൊണ്ടുപോകുന്ന ഒരു കാർഗോ ട്രെയിൻ. സോ അങ്ങനെയുള്ള ഒരു ട്രെയിനിൽ നിന്നാണ് ഈ ഒരു ബോഡികൾ തള്ളി താഴെ ഇടുന്നത്. പക്ഷേ ഈ ഒരു കാര്യം 100% കൺഫേം ചെയ്യാനും പറ്റത്തില്ല. ആ സമയത്താണ് ആ വഴിയിലൂടെ പോകുന്ന കാർഗോ ട്രെയിൻ ഉണ്ടല്ലോ, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മുടെ ബോബിയോട് പറയുന്നത്. അവനും ഒരു ഡിറ്റക്റ്റീവ് ആണല്ലോ, അവൻ വേഗം ഡാറ്റ എടുക്കാൻ പോയി. അതുപോലെ ഇൻസ്പെക്ടർ ഋഷിയോട് പുത്തൂർ സ്റ്റേഷൻ പരിധിയിലായിട്ട് ഇതുപോലെ ഏതെങ്കിലും ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിക്കാൻ വേണ്ടി പറയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ബോബി വന്നു. ഇതുപോലെ ഒരു ട്രെയിൻ അതിലൂടെ പാസ്സാവുന്നുണ്ട്. രാത്രി 10 മണിക്കാണ്. അത് നിർത്തുന്ന ഓരോ സ്റ്റേഷനും ഇപ്പൊ ബോബി നമ്മുടെ ഏജന്റ് സായിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ അങ്ങോട്ടേക്ക് വന്ന ഇൻസ്പെക്ടർ ഋഷി മറ്റൊരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് പുത്തൂർ സ്റ്റേഷൻ പരിധിയിലായിട്ട്, സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ അത് റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ, അതിന്റെ പരിധിയിൽ വെച്ച് ഒരു ഡെഡ് ബോഡിയും കിട്ടിയിട്ടില്ല. യെസ്, അപ്പൊ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ പുത്തൂര് കഴിഞ്ഞ് ഒരു സ്റ്റേഷൻ ഉണ്ട്. അതാണ് ശരിക്കും തമിഴ്നാടിന്റെയും ആന്ധ്രയുടെയും ബോർഡർ. ഈ ബോർഡർ കഴിഞ്ഞതിന് ശേഷമാണ് ബോഡികൾ ഡംപ് ചെയ്യുന്നത്. അതായത് നമുക്ക് കിട്ടുന്ന ഈ ബോഡിയൊന്നും നമ്മുടെ സ്റ്റേറ്റിൽ നിന്നുള്ളതല്ല, അപ്പുറത്തെ സ്റ്റേറ്റിലെയാണ്. സാധാരണ ഒരു ബോഡി കിട്ടുകയാണെങ്കിൽ അത് ജില്ലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോഴാണോ സ്റ്റേറ്റ് മാറി വരുന്ന ബോഡികൾ നമുക്ക് സിമ്പിളായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക? ഒരിക്കലുമില്ല. സോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെ ഉറപ്പിക്കുന്നു ചോദിക്കുകയാണ്. ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. അതായത് ഈ ഒരു പുത്തൂര് കഴിഞ്ഞിട്ട് ഒരു സ്റ്റേഷൻ ഉണ്ട്, അതാണ് ആ ഒരു ബോർഡർ എന്ന് പറയുന്നത്. ആ സ്റ്റേഷനിൽ അങ്ങനെ ഒരുപാട് ആൾക്കാർ കയറുന്നതോ അല്ലെങ്കിൽ ഭയങ്കര തിരക്കായിട്ടുള്ള ഒരു ഭാഗമൊന്നുമല്ല. ഈ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുന്നവർക്കും അതുപോലെ ഒരു സ്റ്റേഷൻ തന്നെയാണ് വേണ്ടത്. സ്റ്റേഷന്റെ പേര് ഇപ്പോൾ ഇവർ പറഞ്ഞു കൊടുക്കുകയാണ്, അതായത് കുമടി പോർട്ട്. എന്തായാലും ഇനി അങ്ങോട്ടേക്ക് തന്നെ ഇവർ നേരെ പോകാനായിട്ട് ആ ഒരു സ്ട്രീറ്റിലൂടെ വേണ്ട ഇവന്റെ കാറിന്റെ അടുത്തേക്ക് പോകാനായിട്ട്. അങ്ങോട്ടേക്ക് പോകുന്ന വഴിയിൽ 2 ആൾക്കാർ ബൈക്കിൽ പോകുന്നുണ്ട്. പെട്ടെന്ന് ഇവർ സായ ടേ 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 2 വട്ടം ഷൂട്ട് ചെയ്യണം. അതുപോലെ ബോബി പെട്ടെന്ന് തന്നെ ഇവരെ പിടിക്കാൻ പോയെങ്കിലും അവരെ കിട്ടിയില്ല. സ്നേഹിയും പിന്നീട് അതുപോലെ ഈ ബോബിയും കൂടിയിട്ട് വേഗം തന്നെ സായ ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണ്. അവന്റെ ബോധം പതിയെ പതിയെ പൊക്കോണ്ടിരിക്കുകയാണ്. രക്താണെങ്കിൽ വാർന്നുകൊണ്ടിരിക്കുകയാണ്. സ്നേഹയാണെങ്കിൽ ആകെ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഏകദേശം അവന്റെ ആ ഒരു ജീവൻ പോകും എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും അപ്പോഴേക്കും ഇവർ ആശുപത്രിയിലേക്ക് എത്തി. ഡോക്ടർമാരൊക്കെ വരികയാണ്. സോ ഇവിടെ വെച്ച് ഞാൻ ഈ ഒരു പാർട്ട് നിർത്തുകയാണ് കേട്ടോ. ഇതിന്റെ അടുത്ത ഭാഗം നമുക്ക് നാളെ തന്നെ കേൾക്കാം. വൈകില്ല, നാളെ തന്നെ കേൾക്കാം. നിങ്ങൾ ഇത്രയും നേരം കേട്ടതൊന്നുമല്ല, ട്വിസ്റ്റുകൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ചുമ്മാ പറയല്ല, ഗംഭീര ട്വിസ്റ്റുകളാണ്. അതുപോലെ ഇതുപോലൊരു ക്രിമിനൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇതുപോലൊരു ക്രൈം സിനിമ നിങ്ങൾ ഇതുവരെയായിട്ടും കണ്ടിട്ടും ഉണ്ടാവില്ല. കാരണം ഇതിന്റെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഇതൊന്നും അല്ല കേട്ടോ. സോ എന്തായാലും അടുത്ത ഭാഗത്തിൽ നമുക്ക് നാളെ തന്നെ വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്തിട്ട് നിങ്ങൾ കാത്തിരിക്കുക കേട്ടോ. എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.